ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. കാരണമില്ലാതെ സങ്കടം വരിക, കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടേയിരിക്കുക. അതിൻ്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ അതിനായിട്ടൊരു കാരണമില്ല. വളരെ സന്തോഷകരമായിട്ട് കാര്യങ്ങൾ, കുടുംബ ജീവിതം ആയിക്കോട്ടെ, മറ്റുള്ള തലങ്ങളെല്ലാം വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. പക്ഷേ എനിക്ക് മാത്രം കാരണമില്ലാതെ സങ്കടം വരുന്നു, കണ്ണീര് വരുന്നു. അപ്പം അങ്ങനൊരു സാഹചര്യത്തിലൂടെ പോയിട്ടുള്ളവർക്കും, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ആക്ഷൻ എടുത്ത്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ എടുക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഇങ്ങനെ അടുത്തെത്തിയിട്ട് നിങ്ങളിൽ നിന്ന് നഷ്ടമായി പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്താതെ പോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞ് സമയം പാഴാക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി ഡൗൺ ആക്കരുത്. നിങ്ങളുടെ മുന്നിൽ തന്നെ മറ്റെന്തോ വിജയം, വളരെ വലിയൊരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ സമയമാകുന്നതിൻ്റെ സൈനായിട്ടാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എനർജിയെ നമ്മളിൽ നിന്നും അല്ലെങ്കിൽ തട്ടി മാറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാരണമില്ലാതെ ഒരു സങ്കടം വരുന്നത്. ഇത് രണ്ടും ശരിക്കും നിങ്ങൾ ഏതോ ഒരു മാനിഫെസ്റ്റേഷൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സമയമായിരുന്നതിൻ്റെ സൈൻ തന്നെയാണ്. ഇത് വെറുതെ ബുക്കിലോ ഒന്നിലും വായിച്ച കാര്യമല്ല. എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ പറയുന്ന കാര്യം 100% ഇതൊരു ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ സൈൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഇത് മാനിഫെസ്റ്റേഷൻ സൈൻ ആണോ എന്ന് തോന്നുന്ന വിചിത്രമായ കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ സൈനുകളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാവുന്നതാണ്. പേഴ്സണൽ സിറ്റിംഗ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പേഴ്സണൽ സിറ്റിംഗും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ സൈനിലേക്ക് വരാം. നമ്മൾ അകാരണമായിട്ട് കണ്ണീര് അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ നമ്മൾ ഒരു ലോ ഫ്രീക്വൻസിയിലേക്ക് പോകാതിരിക്കുക. അതായത് ഇതിനെ തൊട്ട് തന്നെ ചിലപ്പോൾ പാസ്റ്റിലെ ചില വേദനിപ്പിക്കുന്ന നിമിഷങ്ങളെല്ലാം കണക്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകരുത്. യാതൊരു കാരണവശാലും ഈ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ സൈനായിട്ട് നമ്മൾ കാണുന്ന ഒരു ഫ്രീക്വൻസി. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് പാസ്റ്റിലെ ദുരനുഭവങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ബോധപൂർവം മനസ്സിലാക്കുക. ക്യാൻസൽ, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ പറഞ്ഞിട്ട് എൻ്റെ ജീവിതം കൂടുതൽ സന്തോഷകരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻ പറയില്ലേ, അങ്ങനെ പറഞ്ഞ് ഈ ഫ്രീക്വൻസിയെ നിങ്ങൾ മാറ്റിക്കൊണ്ടുവരിക. കണ്ണീര് വന്നോട്ടെ, അല്ലെങ്കിൽ ആ സങ്കടം വന്നോട്ടെ, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കഴിയുന്നതും ഈ ഒരു അഫർമേഷനോ അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സുകളൊക്കെ പറയാൻ ശ്രമിക്കുക. ഓക്കെ. ആ ഫ്രീക്വൻസി ഒരിക്കലും താഴോട്ട് പോകാൻ സമ്മതിക്കരുത്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഒരുപാട് പ്രതീക്ഷയോടെ കിട്ടും, എനിക്കത് സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു പോയിന്റിൽ നിന്നും നഷ്ടപ്പെടലിൻ്റെ ഒരവസ്ഥയിലേക്ക് വന്ന കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോഴും നമുക്ക് നിയന്ത്രണം കിട്ടില്ല. ഭയങ്കരമായിട്ട് ലോ ഫ്രീക്വൻസിയിലേക്ക് മനസ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അത് സംഭവിച്ചു പോയി. ഓക്കെ. അതിനെ ഓർത്ത് കരയുന്നതിനേക്കാൾ ഭേദമാണ് അതൊന്ന് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് സംഭവിച്ചു പോയി, ഇനി ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകണം എന്ന് മനസ്സിനെ തിരിച്ചറിഞ്ഞിട്ട് ഇതുപോലുള്ള അഫർമേഷൻ പറയുക. ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. വളരെ സന്തോഷകരമായ ശുഭവാർത്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും സന്തോഷകരമായ കുടുംബജീവിതവും എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള അഫർമേഷൻ പറഞ്ഞ് നമ്മളപ്പോഴും നമ്മുടെ ഫ്രീക്വൻസിയെ മാറ്റിക്കൊണ്ടേയിരിക്കുക. ഒരു പരാജയത്തിൽ ജീവിതം അവസാനിക്കുന്നൊന്നുമില്ല. അപ്പം ഇത് ഒരു സൈൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനെ ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഒരു ലോ ഫ്രീക്വൻസിയിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് സൈനും മറന്നു പോകാതിരിക്കുക. ഇനി മറ്റൊരു സൈൻ എന്ന് പറയുന്നത് അവിചാരിതമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും നമുക്ക് എന്താണ് ഒരു
ക്ഷണം ലഭിക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നും ഒരു ഫംഗ്ഷന് വിളിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വിളിക്കുക, അല്ലെങ്കിൽ അവരെ കാണുക, യാദൃശികമായിട്ട് അവരെ കാണുക, അവരോടൊപ്പം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുക. പ്രതീക്ഷിക്കുന്ന വ്യക്തിയല്ല, ചിലപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് കാണാതിരുന്നൊരു പരിചയക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരിലൂടെ അവരുടെ സംഭാഷണങ്ങളും അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന സന്തോഷമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിലൊക്കെ നമ്മുടെ ചിലപ്പോൾ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു നല്ല സൈനാണ് എന്നാണ് പറയുന്നത്. പ്രതീക്ഷിച്ചിരിക്കാത്ത വ്യക്തികളിൽ നിന്നും ക്ഷണം ലഭിക്കുക, പല ഭക്ഷണത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല നിമിഷങ്ങൾ, കൂടിച്ചേരലുകളായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഇതൊരു നല്ല സൈനാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം മറ്റുള്ളവർ പറയുന്നത്, നമ്മൾ അവരോട് അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ലായിരിക്കാം. നമ്മൾ കുറച്ചു കാലമായിട്ട് ചിലപ്പോൾ അത് നമ്മുടെ ഗോൾ തന്നെ ആയിരിക്കാം. നമ്മുടെ ഗോളിനെ കുറിച്ചിട്ട് മറ്റൊരാൾ നമ്മളോട് ഇങ്ങോട്ട്, നീ എന്താ അങ്ങനെ ചെയ്യാത്തത്, അല്ലെങ്കിൽ അത് നമ്മുടെ ഗോളായിരിക്കാം, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം നിന്നെ തേടി വന്നിരുന്നുവെങ്കിൽ, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗോള് അവർ എങ്ങനെ അറിഞ്ഞു എന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ വരാം. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം മറ്റൊരാൾക്ക് ലഭിക്കുന്ന ഒരു നിമിഷം, ആ നിമിഷവും നിങ്ങളുടെ ഫ്രീക്വൻസി ഡൗൺ ആവരുത്. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ കയറി വരും. ഈശ്വര, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും അതെനിക്ക് കിട്ടിയില്ലല്ലോ, അവർക്ക് കിട്ടിയില്ല. പക്ഷെ അവർക്ക് കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് സൈൻ കാണിച്ചു തരികയാണ്, നിങ്ങൾക്ക് സമയമായി അവരിലൂടെ. അതുപോലെ നിൻ്റെ ജീവിതത്തിലേക്കും ആ ഒരു സൗഭാഗ്യം വന്നെത്താൻ സമയമായി എന്നതിൻ്റെ സൈൻ തന്നെയാണ് ആ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ ബ്ലെസ് ചെയ്യുക, അവർക്ക് നന്നായിരിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അങ്ങനെ പറയാനൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഗോൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നെത്തിയതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്ത്, അത് കിട്ടിയ ഒരാളെങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് പറയുമോ, അതുപോലെ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ഞാൻ ആഗ്രഹിച്ച സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമാക്കി തന്നതിന്, അല്ലെങ്കിൽ എനിക്ക് ആക്കാൻ സാധിച്ചതിന് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റേഷൻ സൈനുകളാണ്. ഓക്കെ, നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിസൾട്ടും കാണുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ചുറ്റുപാടും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരുപാട് അടയാളങ്ങളിൽ കൂടെ നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റേഷനിലേക്ക് അടുക്കുന്നു എന്ന സൈൻ കാണാറുണ്ട്. പൂമ്പാറ്റകളെ കാണുന്നത്, ആവർത്തിച്ച് വരുന്ന നമ്പേഴ്സ്. ഇതിൽ ആവർത്തിച്ച് വരുന്ന നമ്പേഴ്സിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. എനിക്ക് ഏറ്റവും ശരിക്കും അത്ഭുതകരമായിട്ട് എനിക്ക് റിസൾട്ട് തോന്നിയ 2 നമ്പേഴ്സാണ് 1111 1212. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ജനനം എനിക്ക് കാണിച്ചു തന്ന നമ്പേഴ്സാണ് ശരിക്കും 1111 1212. അതിനു മുൻപും ഞാനിത് കണ്ടിട്ടുണ്ടായിരിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് 11 ആ സമയത്ത് 11 ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. എനിക്കൊരു ശരിക്കും ആരെങ്കിലും മൊബൈൽ നമ്പർ തന്നാൽ പോലും അതിനകത്ത് ഈ നമ്പർ കാണാറുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഈ 11 കാണണമെന്നില്ല. നമ്മൾ നോക്കിയാൽ പോലും ചിലപ്പോൾ 11 കാണാറില്ല, വേറെ നമ്പേഴ്സൊക്കെ ആയിരിക്കും, ബോധപൂർവ്വം നോക്കിയാൽ. ആ സമയത്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നതായിരുന്നു. അപ്പോൾ ഈ 1212 എപ്പോഴും ഞാൻ കാണുന്ന ഒരു നമ്പറായിരുന്നു 1212. അതെനിക്ക് ശരിക്കും ഒരു പുതിയ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ലൈഫിലെ ഒരു മാറ്റത്തിൻ്റെ ഒരു അടയാളം കാണിച്ചു തന്ന നമ്പറുകളാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിനോട് എനിക്ക് വലിയ ഗ്രാറ്റിറ്റ്യൂഡുള്ള നമ്പറുകളാണ്, ഏഞ്ചൽ നമ്പേഴ്സാണ് ഇത് രണ്ടും. ഇത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ആവർത്തിച്ചുള്ള നമ്പർ, തുടർച്ചയായിട്ട് ഒരേ നമ്പരൊക്കെ തന്നെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കുക. ഞാൻ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പൂമ്പാറ്റകൾ, ഇതൊന്നും ബോധപൂർവ്വമല്ല. പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് വന്ന് നമ്മുടെ ദേഹത്തിരിക്കുക, അതിന് പേടി തോന്നില്ല നമ്മളെ, ആ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരിക. പക്ഷികൾ അടുത്തിരുന്നാൽ പോലും, എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുക എന്നല്ല, നമ്മളുടെ ആ ഒരു അടുത്ത് തന്നെ ഇരുന്ന് അത് പേടിക്കാതിരിക്കുക, അങ്ങനെയുള്ള സൈനുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിയുമായിട്ടല്ലേ, പ്രപഞ്ചവുമായിട്ടൊരു അലൈൻമെൻറ്റിലാവുമ്പോൾ പ്രപഞ്ചത്തിലെ മറ്റുള്ള സൃഷ്ടികൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന സൈനാണ്, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഒരു എനർജി ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, നിങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത് പണത്തിൻ്റെ രൂപത്തിലോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ബന്ധം, അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധമായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഏറ്റവും വിശ്വസ്തരായിരുന്നവരായിരിക്കും, നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് കാണാം. അത് സ്വാഭാവികമായിട്ടും ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ വരുന്ന ഒരു സൈൻ തന്നെയാണ്. കാരണം ഒരു
എനർജി അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരു എനർജി അവിടെ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണ്, ആ എനർജി താൽക്കാലികമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും, പിന്നീട് അത് വന്നോളും. പക്ഷേ അപ്പോൾ അത് അനിവാര്യമായിരിക്കും. ചില ബന്ധങ്ങളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ പണം നഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കും. ഒന്നും പേടിക്കേണ്ട, അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പകരം മറ്റൊരു എനർജി നമ്മളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ സൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള സൈനുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ഒരു ചെറിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഫ്രീക്വൻസി അതിനെ തൊട്ട് താഴേക്ക് പോകരുത്. അപ്പോഴും നിങ്ങൾ നല്ല അഫർമേഷൻ പറഞ്ഞ് പ്രതീക്ഷയല്ല, വിശ്വാസമാണ് വേണ്ടത്. എനിക്ക് നല്ലതേ വരുള്ളൂ, അതിൻ്റെ സൈനാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി കൂടുതൽ എന്താണ് ഒരു റിസീവിങ് മോഡിലേക്ക് ശരീരത്തെ മനസ്സിനെ കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വിലപിടിച്ച സമയം, ഏറ്റവും മനോഹരമായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ സമയം പാസ്റ്റിലെ ചിന്തകൾക്കും നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്കും അവർ പറഞ്ഞ വാക്കുകൾക്കും വേണ്ടി പാഴാക്കി കളയരുത്. ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് അതായത് നമ്മുടെ പ്രസൻറ്റിലിരുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ഭാവിയും കൂടെ ബാധിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഏറ്റവും മോശമാക്കി മാറ്റാനാണ് ആഗ്രഹമെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചോളൂ. അതല്ല, നമ്മുടെ ഭാവി ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ ഈ പ്രസൻ്റാണ് അതിനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം. ഈ സമയത്ത് ഏറ്റവും നല്ല ചിന്തകൾ, ഓക്കെ, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്ത് ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോകുക. നിലവിലെ സാഹചര്യത്തെ ഓർത്ത് കരയരുത്. എന്നുവെച്ചാൽ കരയരുത് എന്ന് പറഞ്ഞാൽ പേടിച്ച് കരഞ്ഞിരുന്നു കൊണ്ട് നമുക്ക് ആ സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റില്ല. ശക്തരാകണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വഴി എന്നിലേക്ക് തെളിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ കർമ്മം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ സമയം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ കരഞ്ഞും മറ്റൊരാളോട് പരാതി പറഞ്ഞും നിങ്ങളുടെ ഫ്രീക്വൻസി മുന്നോട്ട് പോകാനുള്ള ധൈര്യവും കുറയ്ക്കരുത്. കൂടി വരണമെങ്കിൽ നമ്മൾ സ്വയം ശക്തരാകുക, അവസരങ്ങളെ തേടുക, അല്ലെങ്കിൽ നോക്കുക. ഇതുപോലെ പ്രാർത്ഥനകളിലൂടെയും പ്രാക്ടീസുകളിലൂടെയും മുന്നോട്ട് പോയി ജീവിതം സന്തോഷമായിട്ട് ആസ്വദിച്ച് ഈ ഭൂമിയിൽ ജീവിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണമെന്ന് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്, അതിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ആകാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.